ഹായ് മക്കളെ, അഭിമിസ് ആണ്. മക്കളെ, നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ വേറെ ഒന്നുമല്ല, ഡിസ്ക്രിപ്ഷൻ എഴുതുക. ഡിസ്ക്രിപ്ഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിവരിച്ച് എഴുതുക. നമുക്കൊരു പിക്ചർ തരും, ആ പിക്ചറിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമ്മൾ നോക്കി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് അത് വേർഡ്സിൽ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. അത് കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഫുൾ മാർക്ക് സെറ്റ് ആണ്. അപ്പൊ ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ മിസ് ഇവിടെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട് അല്ലേ. ശ്രീഭാമ മിസ്സിന്റെ പിക്ചറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ പിക്ചറിൽ മിസ്സിന്റെ കുട്ടികൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ശ്രീഭാമ മിസ് ഒരു കരഞ്ഞ എക്സ്പ്രഷനിൽ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു ചായക്കപ്പ് ഉണ്ട് അല്ലേ, ചായ കുടിക്കുകയാണ്. മാത്രമല്ല ഒരു പച്ച കളറിലെ ഡ്രസ്സാണ്, അതിലെന്താ വൈറ്റ് കളർ ഡിസൈൻസ് ഉണ്ട്. പിന്നെ മിസ്സിന്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട് അല്ലേ. ഇത് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മോതിരം കാണാം, നെയിൽ പോളിഷ് ഉണ്ട്, പൊട്ടുണ്ട്, മുടിയൊക്കെ അഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പിക്ചറിൽ നിന്ന് മിസ്സിന്റെ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്തതുപോലെ എക്സാമിന് നമ്മളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പിക്ചർ കാണിച്ചു തന്നാൽ അതിൽ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും എന്തൊക്കെയാണെന്ന് മിസ്സിന്റെ കുട്ടികൾ നോക്കി മനസ്സിലാക്കുക. അതേപോലെ തന്നെ അതിനെന്തെങ്കിലും മീനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മനസ്സിലാക്കുക. അത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് സെറ്റ് ആണ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ. നോക്കിക്കേ, കിങ് ഇവാൻ. നമ്മുടെ ഇവാൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമുക്കറിയാം അല്ലെ. നമ്മുടെ ലാംഗ്വേജ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നതിൽ അവസാനം ഇവാൻ കുട്ടൻ ഒരു കിങ് ആയി മാറുന്നതാണ്. അപ്പൊ കിങ് ആയതിനു ശേഷം നമ്മുടെ ഇവാൻ കാട്ടിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ബേർഡ്സിനെയും ട്രീസിനെയും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവാന്. അങ്ങനെ നടക്കുമ്പോ ഇവാൻ ഇങ്ങനെ ഒരു ഇമേജ് കാണുന്നുണ്ട്. കാട്ടിന്റെ നടുക്ക് ചെന്നപ്പോ ഒരു സീൻ കണ്ടിട്ട് ഷോക്കായിട്ട് ഇവാൻ കണ്ട ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ചിത്രം ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മളോട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ടോ അത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് സെറ്റ് ആണല്ലേ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, രണ്ട് വുഡ് കട്ടേഴ്സ് മരം വെട്ടുകയാണ് അല്ലെ. ട്രീസ് ഉണ്ട്, ആ ട്രീസ് ഒക്കെ വെട്ടുകയാണ്. ഇവിടെ ഒരു പോണ്ട് ഉണ്ട് അല്ലെ. ആ പോണ്ടിൽ കുറച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മത്സ്യങ്ങളുണ്ട്. അതുപോലെ ഈ ട്രീസ് വെട്ടി നശിപ്പിച്ചത് കൊണ്ട് തന്നെ ഇവിടെ കുറച്ച് കിളിക്കൂടുണ്ട്. കുറച്ച് കിളികളൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്, ബേർഡ്സ് ഒക്കെ അതിന്റെ മുട്ടയൊക്കെ ഇവിടെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡിയർ ഉണ്ട് അല്ലേ. ഇവിടെ ഇവിടെ ഒരു റാബിറ്റിനെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പിറ്റില് ഒരു എലഫന്റ് ഉണ്ട്, ഒരു കുഴിയിൽ ഒരു എലഫന്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഇതേപോലെ നമുക്കൊരു പിക്ചർ തരും, ആ പിക്ചർ നോക്കി മനസ്സിലാക്കിയിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനായിട്ട് നമ്മളോട് എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇതിന്റെ ഒരു ആൻസർ? ദിസ് ഈസ് എ മീനിങ് പിക്ചർ എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഇവാൻ എങ്ങനെയാണ്, ഇവാൻ വാസ് വാക്കിംഗ് ത്രൂ ദ ഫോറസ്റ്റിൽ കൂടെ നടക്കുകയായിരുന്നു. അപ്പൊ രണ്ട് വുഡ് കട്ടേഴ്സ് ട്രീസ് കട്ട് ചെയ്യുന്നത് കണ്ട് അല്ലെ. മാത്രമല്ല ബേർഡ്സ് ഫ്ലൂ അവേ ഇൻ ഫിയർ. ബേർഡ്സ് ഒക്കെ പേടിച്ച് പറന്നു പോകുന്നുണ്ട്. ആൻഡ് ദ നെസ്റ്റ് ആൻഡ് എഗ്സ് ഫോളൻ ഓൺ ദ ഗ്രൗണ്ട്. അവരുടെ കിളിക്കൂടും അതുപോലെ തന്നെ എഗ്സും താഴെ വീണ് പോയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ റാബിറ്റും ഡീറൊക്കെ ഓടിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു പിറ്റിലാണെങ്കിൽ എലഫന്റും ഉണ്ട്. അതുപോലെ മരം ഇവിടെ ഒരു മരം ആ ഒരു പോണ്ടിലേക്ക് കുളത്തിലേക്ക് വീണ് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെയുള്ള ഫിഷിനും ഫ്രോഗിനും ഒക്കെ അവരുടെ ഹോം നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തിൽ നിന്ന് മനസ്സിലാക്കാം? ഈ ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ ചോദിച്ചാൽ നമുക്ക് ദിസ് ഈസ് എ മീനിങ് പിക്ചർ അല്ലെങ്കിൽ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. അതിനുശേഷം ആ ഒരു പിക്ചറിൽ എന്തൊക്കെയാണോ കാണുന്നത് അത് മിസ്സിന്റെ കുട്ടികൾ കറക്റ്റ് ആയിട്ട് നോക്കി മനസ്സിലാക്കുക, അത് വേർഡ്സിൽ എഴുതുക. അത്രയേ ഉള്ളൂ. അപ്പൊ എക്സാമിന് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകിട്ട് കൃത്യം 7:30 നമ്മുടെ ലൈവിലേക്ക് എത്തുക. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഇനിയും അവരുടെ ലൈവിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.